എപ്പോഴേലും രാത്രി പേടിച്ച് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുണ്ടോ? ഒരു പേടി സ്വപ്നം കണ്ടിട്ട് എനിക്കൊരുപാട് രസം ഉണ്ടായിട്ടുണ്ട്. ആം, ഒരാള് ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു തലയില്ലാത്ത മനുഷ്യൻ എന്നെ ചേസ് ചെയ്യാൻ ഓടുന്ന സ്വപ്നമാണ് ഞാൻ എപ്പോഴും കാണുന്നത്. എന്നിട്ട് ഞാൻ രാത്രി ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വയ്ക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എണീക്കും. ആൻഡ് ദിസ് ഈസ് ദ എക്സാക്ട് സെയിം ഡ്രീം ദാറ്റ് ഐ സീ എവറി ഡേ. പക്ഷെ ഇത് പറയുമ്പം ഓ, ഇതെങ്ങനെ മാറ്റണം, ഇല്ലെങ്കിൽ എന്ത് ഫിക്സ് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഐ മീൻ, ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, അല്ലേ? ചില ആൾക്കാർ ഉറങ്ങണ സമയത്ത് ഒരു പാമ്പ് കൊത്തണ സ്വപ്നം കണ്ടിട്ടായിരിക്കും ഞെട്ടി എണീക്കുന്നത്. എന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പറയും, ഞാൻ ഇതെല്ലാ ദിവസവും കാണുന്നുണ്ട്, എന്തോ ഒരു ദോഷമുണ്ട്, എന്തോ ഒരു സർപ്പദോഷം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില സമയത്ത് നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ കാണും. കുറേ കാലം മുന്നേ മരിച്ചുപോയ ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നമ്മുടെ കൂടെയുള്ള പോലെ ഒരു ഫീലിംഗ് വരും. മാത്രമല്ല, ചില ആൾക്കാർ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലായിരിക്കും. ഭയങ്കര ഒരു റിയൽ, ലൈക്ക് ശരിക്കും ഒരു അമ്പലത്തിലിരിക്കുന്ന ഒരു സ്വപ്നം കാണും. ഈ സ്വപ്നങ്ങളൊക്കെ ആരെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് നമ്മളെ അടുത്ത് എത്തിക്കുവാണെങ്കിലോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരുപാട് ഇരുന്നായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഹിന്ദു ഫിലോസഫിയിൽ പറയും, വെളുപ്പിന് കാണുന്ന സ്വപ്നം വലിക്കുമെന്ന് നോക്കാം. സയൻസിനും ഒരുപാട് കാര്യങ്ങൾ ഒരു സ്വപ്നത്തിനെ പറ്റി പറയാനുണ്ട്. ന്യൂറോ സയൻസിൽ നമ്മുടെ ബ്രെയിൻ ഉറങ്ങണ സമയത്ത്, നമ്മുടെ ബ്രെയിൻ ശരിക്കും സ്ലീപ്പ് ചെയ്യണ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവും. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും, ഒരുപാട് ക്ലോഷർ കിട്ടാത്ത കാര്യങ്ങളുണ്ടാവും, ഒരുപാട് അൺറിസോൾവ്ഡ് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. നമ്മളിങ്ങനെ നമ്മുടെ ക്ലോസ് ആയിട്ട് വെക്കുന്ന മെമ്മറീസൊക്കെ ആ സമയത്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. ബിക്കോസ് നമ്മുടെ ആക്ച്വൽ ബ്രെയിൻ സമ്മതിക്കില്ല ഈ കാര്യങ്ങളൊന്നും, ഈ ഇമോഷൻസ് ഒന്നും പുറത്ത് വരാൻ. അതുകൊണ്ട് ബ്രെയിൻ ഉറങ്ങുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ചെയ്യാൻ നോക്കും. അപ്പം ബ്രെയിൻ ഉറങ്ങുവാണെങ്കിലും ബ്രെയിനിന് ഒരു ഫൈറ്റിംഗ് മെക്കാനിസം ഉണ്ട്. ആ സമയത്താണ് ബ്രെയിൻ ഇങ്ങനെ ഇമേജസ് കാണിക്കുന്നത്. അതാണ് നമ്മൾ സ്വപ്നമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ശരിക്കും നമ്മളൊരു പാമ്പിനെ സ്വപ്നം കാണുന്നതും ഒരു മരിച്ചു പോയ ആളെ സ്വപ്നം കാണുന്നതും അയാളുടെ ഒരു റിലേഷൻ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ സ്വപ്നം കാണിക്കുന്നതിൻ്റെ അർത്ഥം നമ്മളോട് നമ്മുടെ ബ്രെയിൻ എണീക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ബി അലേർട്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്തോ ഹിഡൻ ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവ്, ആ ഒരു ഇമോഷൻസ് വരുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മളോട് വേക്കപ്പ് എന്നുള്ളൊരു സിഗ്നൽ തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഇങ്ങനത്തെ ഫിയേഴ്സ്, ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് ഈ സ്ട്രെസ്സ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ ബോഡി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിൽ അത് ആക്ടിവേറ്റ് ആവും. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഒരു ഇമേജ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു ഇമേജാണ് നമ്മൾ സ്നേക്ക്, പാമ്പായിട്ട് കാണുന്നതും, ഒരു ഹ്യൂമൻ, തലയില്ലാത്തൊരു ഹ്യൂമനായിട്ട് കാണുന്നതും. നമുക്ക് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഈ ബ്രെയിൻ ചെയ്യുന്നത്. അപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം ഒരു സർപ്പദോഷം ഉണ്ടെന്നല്ല, അല്ലെങ്കിൽ ഒരു ദോഷം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ എന്തോ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. അതിനൊരു എൻഡ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്വപ്നമാണ് നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് നമ്മളിങ്ങനെ മരിച്ചുപോയ ആൾക്കാരുടെ സ്വപ്നം കണ്ട് നമ്മൾ പേടിച്ച് എണീക്കും. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇങ്ങനെ അവർ മരിച്ചുപോയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് കുറേ നല്ല കാര്യങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നതാണെന്നൊക്കെ പറയും. സയൻസ് പറയുന്നത് ശരിക്ക് ഒരു മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ കാണുന്നതിൻ്റെ റീസൺ നമുക്ക് അവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് പെട്ടെന്ന് അങ്ങോട്ട് നിന്നുപോയി. അത് ആ ഒരു ഗ്രീഫ്, ആ ഒരു വിഷമം നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയപ്പം നമ്മളത് നമ്മുടെ മനസ്സിൽ അടക്കി പിടിച്ചു.
അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു ഗ്രീഫ്, ആ ഒരു വിഷമത്തിന് ഒരിക്കലും ഒരു ക്ലോഷർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. പെട്ടെന്ന് എണീക്കുമ്പം അച്ഛൻ കൂടെയുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഞാൻ സ്വപ്നം കാണുന്ന സ്ഥിരം സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ അച്ഛൻ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ വണ്ടിയിലെത്തി കൊണ്ടുപോയതാണ്. പക്ഷേ അച്ഛനെ എൻ്റെ കൂടെ ഇപ്പോൾ കയറാൻ പോയി ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് ഞാനൊരു റൈറ്റ് ടേൺ എടുത്തപ്പോൾ ഞാൻ റൈറ്റിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ, ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പം ഞാൻ ആ ഒരു സ്വപ്നം മാത്രമാണ് എപ്പോഴും കാണുന്നത്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫുൾഫിൽ ആവാത്ത, ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ആവാത്ത സമയത്ത്, ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരാൻ നോക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ അമ്പലങ്ങളിൽ സ്വപ്നം കാണുന്നത്. ഞാൻ ശരിക്കും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത്, ഞാൻ ഈ അമ്പലത്തിൽ ഞാൻ നിൽക്കുന്ന ഒരു ഫീല് വന്നു, ഞാൻ ഇവിടെ തന്നെയായിരുന്നു അന്ന് സ്വപ്നം കണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത്, അമ്പലത്തിൻ്റെ സ്വപ്നം കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ അമ്പലത്തിലേക്ക് വിളിക്കുവാണ്. അതായത് നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക്, നമുക്ക് ഡിവൈൻ ആ ഒരു ഫോഴ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. പക്ഷേ സൈക്കോളജി പറയുന്നത് ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ സെൻറ്ററാണ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് കാമായി സേഫായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിന് അറിയാം. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണെങ്കിൽ, നമുക്ക് വേറെ ഇങ്ങോട്ട് പോകാനില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ബ്രെയിൻ തന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണിക്കും. അപ്പം നമ്മൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു പീസ്ഫുൾ സിറ്റുവേഷനിലേക്ക്, ഒരു പീസ്ഫുൾ സ്ഥലത്തേക്ക് എത്തും എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുന്നത് നമ്മൾ വിശ്വസിക്കാൻ പാടുമോ, അതോ വെറുതെ സൂപ്പർസ്റ്റിഷൻസ് ആണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറയും. ലൈക്ക് സീരിയസ്ലി അങ്ങനെ എടുക്കില്ല, ബിക്കോസ് ഇപ്പം ഇതെന്താ, അപ്പം സ്വപ്നം കാണുന്നതല്ലേ, എല്ലാവരും കാണുന്നതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് സ്വപ്നം ഓർമ്മ പോലും നിൽക്കില്ല. ഒരു സ്വപ്നം കാണുന്നത് നമ്മൾ എക്സാക്ട്ലി സെയിം സ്വപ്നം എപ്പോഴും കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ ഒരു ഇമോഷൻ അവിടെ പുറത്തിറങ്ങാൻ പറ്റാണ്ട്, പുറത്ത് വരാൻ പറ്റാണ്ട് ഇരിക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ഒന്നിരുന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, വാട്ട് ഈസ് ബോദറിങ് അസ്, എന്താണ് ആ ഒരു വിഷമം നമ്മൾ ഒരിക്കലും ഇങ്ങനെ പുറത്ത് കാണിക്കാത്തത് അല്ലേ. നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക. ബിക്കോസ് സ്വപ്നം കാണുമ്പം, ഇങ്ങനെ സ്വപ്നം കാണുമ്പം ആക്ച്വലി രാവിലെ എണീക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടയേർഡായിരുന്നൊരു ഫീലിംഗാണ്. അപ്പം എത്ര ഉറങ്ങിയാലും ഈ പേടി സ്വപ്നം കണ്ട് എണീക്കുമ്പം വലിയൊരു സുഖമുള്ള പരിപാടിയല്ല അല്ലേ. അപ്പം എനിക്ക് ഒരുപാട് ഈ ഒരു സ്വപ്നം, ഈ ഡ്രീംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. ബിക്കോസ് ഒരുപാട് ഫിസിക്കൽ കാര്യത്തിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്, ഒരുപാട് എന്താ പറയുക ഫിസിക്കൽ കാര്യങ്ങൾ നമുക്ക് ടച്ച് ചെയ്ത് അതിൻ്റെ നോക്കി കണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ സ്വപ്നം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എവിടെയാണ് ഈ സ്വപ്നം പോകുന്നത്, അതിൻ്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ സ്വപ്നം കാണുവാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അതല്ല, ഈ 3 സ്വപ്നം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ടൈപ്പിലെ കോമൺ സ്വപ്നം കാണുവാണെങ്കിൽ കമൻസിൽ പറയൂ, നമുക്ക് അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.